ഹായ് എല്ലാവർക്കും നമസ്കാരം. PSC അവേഴ്സിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കറണ്ട് അഫെയറിൻ്റെ ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. LDC സ്റ്റേജ് 1 ജൂലൈ 27 നടന്ന തിരുവനന്തപുരത്തും എക്സാമിലെ പരീക്ഷയിൽ ചോദിച്ച കറണ്ട് അഫെയർ ചോദ്യങ്ങളും ആൻസറുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ് 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം. ഏതാണ്? സൗദി അറേബ്യ. രണ്ടാമത്തെ ചോദ്യം, ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ഉൽപ്പാദനത്തിൻ്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക. ആൻസർ വരുന്നത് എന്താണ്? നെല്ല്, ഗോതമ്പ്, ചോളം, പയർവർഗ്ഗങ്ങൾ. അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? മൻസുഖ് മാണ്ഡവ്യയാണ് ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മൻസുഖ് മാണ്ഡവ്യയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിലേതാണ്? ആൻസർ എന്താണ്? 15ാമത്തെ പ്രസിഡന്റാണ്. 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകളാണ്. 15ാമത്തെ പ്രസിഡന്റാണ്. 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 5ാമത്തെ ചോദ്യം, 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥി ആരായിരുന്നു? ആൻസർ വരുന്നത് അബ്ദുൽ ഫത്താഹ് അൽ സിസിയാണ്. അദ്ദേഹം ഏത് രാജ്യത്തെ പ്രസിഡന്റാണ്? അതാണ് ചോദ്യം. അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത്. ഈജിപ്തിലെ പ്രസിഡന്റായിരുന്നു ആര്? അബ്ദുൽ ഫത്താഹ് അൽ സിസി. 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്നു ആര്? അബ്ദുൽ ഫത്താഹ് അൽ സിസി. അദ്ദേഹം ഏത് രാജ്യത്തെ പ്രസിഡന്റാണ്? അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത്. അടുത്ത ചോദ്യം, സ്നേഹ സാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? സ്നേഹ സാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് സ്നേഹ സാന്ത്വനം പദ്ധതി. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യമാണിത് സൗദി അറേബ്യ. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യമാണ് സൗദി അറേബ്യ. അടുത്ത ചോദ്യം, ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപ്പാദനത്തിന് തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം എഴുതാനാണ്. അപ്പോൾ സ്ഥാനക്രമം ഏതാണ്? നെല്ല്, ഗോതമ്പ്, ചോളം, പയർവർഗ്ഗങ്ങളാണ്. അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ കേന്ദ്ര യുവജന കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? മൻസുഖ് മാണ്ഡവ്യയാണ്. ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? മൻസുഖ് മാണ്ഡവ്യ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 15ാമത്തെ പ്രസിഡന്റാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു. എത്രാമത്തെയാണ്? ഇന്ത്യയുടെ 15ാമത്തെ പ്രസിഡന്റാണ്. അവർ 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായിട്ടും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അടുത്ത പോയിന്റ്, 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥി ആരായിരുന്നു? അബ്ദുൽ ഫത്താഹ് അൽ സിസി ആയിരുന്നു. അദ്ദേഹം ഏത് രാജ്യത്തെ പ്രസിഡന്റാണ്? അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത്. ഈജിപ്തിലെ പ്രസിഡന്റാണ് ആര്? അബ്ദുൽ ഫത്താഹ് അൽ സിസി. 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥിയായിരുന്നു. അടുത്ത ചോദ്യം, സ്നേഹ സാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണെന്ത്? സ്നേഹ സാന്ത്വനം പദ്ധതി. അടുത്ത ചോദ്യം, വാത്സല്യനിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? വാത്സല്യനിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? ആൻസർ, പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണെന്ത്? വാത്സല്യനിധി പദ്ധതി. പിന്നെ പട്ടികജാതി വകുപ്പ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് വാത്സല്യനിധി പദ്ധതി. വാത്സല്യനിധി പദ്ധതി പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം രൂപ വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകി വരുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ് വാത്സല്യനിധി പദ്ധതി. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം, വിദ്യാജ്യോതി പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്?
വിദ്യാജ്യോതി പദ്ധതി കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയതാണ് വിദ്യാജ്യോതി പദ്ധതി. കേരള സാമൂഹ്യനീതി വകുപ്പ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയ പദ്ധതിയാണ് എന്ത്? വിദ്യാജ്യോതി. അടുത്ത പോയിന്റ്, ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിയാണ് വിദ്യാജ്യോതി പദ്ധതി. വിദ്യാജ്യോതി പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കേരള സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹിക സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയതാണ്. ഭിന്നശേഷി വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിയാണ് വിദ്യാജ്യോതി പദ്ധതി. അടുത്ത ചോദ്യം, കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ശ്രീ എം ഷാജർ ആണ്. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാനാണ് ആര്? ശ്രീ എം ഷാജർ. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം എന്താണ്? ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി. അപ്പോൾ ജൂലൈ 27 ഈ എക്സാം നടക്കുമ്പോൾ കേരളത്തിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ്. പക്ഷേ ഇപ്പോൾ ആരാണ്? ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാർ ആണ്. അപ്പോൾ ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാർ ആണ്. അടുത്ത ചോദ്യം, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി. അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം, 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് സൗദി അറേബ്യ. 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യമാണിത്? സൗദി അറേബ്യ. 13ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി എന്നാണ്? ആഗസ്റ്റ് 23 ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. വാത്സല്യനിധി പദ്ധതി എന്താണ്? പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം രൂപ വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ് വാത്സല്യനിധി പദ്ധതി. പട്ടികജാതി വകുപ്പ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വാത്സല്യനിധി പദ്ധതി. അടുത്ത പോയിന്റ്, വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞവയിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയതാണ് വിദ്യാജ്യോതി പദ്ധതി. അടുത്ത പോയിന്റ്, ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിയാണ് വിദ്യാജ്യോതി. അടുത്ത ചോദ്യം, കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാനാണ് ആര്? ശ്രീ എം ഷാജർ. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാനാണ് ശ്രീ എം ഷാജർ. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഈ എക്സാം നടക്കുമ്പോൾ ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാറാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അടുത്ത ചോദ്യം, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണിത് മിഠായി. അടുത്ത ചോദ്യം, 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് സൗദി അറേബ്യ. 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ്. 13ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതിയാണ് ആഗസ്റ്റ് 23. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതെന്നാണ് ആഗസ്റ്റ് 23. അടുത്ത ചോദ്യം, 14ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേരാണ് ആദിത്യ L1. സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേരാണ് എന്ത്? ആദിത്യ L1. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം ഏതാണ്? സാഞ്ചിയാണ് ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം. സാഞ്ചിയാണ് ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം. അടുത്ത ചോദ്യം, 2023 രസതന്ത്രത്തിലുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ക്വാണ്ടം ഡോട്ട്സുമായി ബന്ധപ്പെട്ടാണ് 2023 രസതന്ത്രത്തിലുള്ള നോബൽ സമ്മാനം കിട്ടിയത്. അടുത്ത ചോദ്യം എന്താണ്? 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാഴ്സനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരമാണ് ആര്? ആർ പ്രജ്ഞാനന്ദ. 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാഴ്സനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരമാണ് ആര്? ആർ പ്രജ്ഞാനന്ദ. അടുത്ത ചോദ്യം, മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? കേരള വനഗവേഷണ കേന്ദ്രമാണ്. മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് കേരള വനഗവേഷണ കേന്ദ്രം.
അടുത്ത ചോദ്യം 19ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എക്സാം നടക്കുമ്പോൾ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ്. ഇപ്പോൾ ആരാണ്? വിജയ് ഭാരതി സായാനി ഈസ് ദ ആക്ടിംഗ് ചെയർപേഴ്സൺ. ഇപ്പോൾ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ടുള്ളത് വിജയ് ഭാരതി സായാനിയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ എക്സാം നടക്കുമ്പോൾ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ്. ഇപ്പോൾ വിജയ് ഭാരതി സായാനി, അദ്ദേഹം എന്താണ്? ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അടുത്ത ചോദ്യം 20ാമത്തെ ചോദ്യം, ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? രേഖാ ശർമ്മയായിരുന്നു എക്സാം നടക്കുമ്പോൾ. ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർമാൻ രേഖാ ശർമ്മ ആയിരുന്നു. ഇപ്പോൾ ശ്രീമതി വിജയ് കിഷോർ രാഹത്കർ ആണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർമാൻ ഇപ്പോൾ ശ്രീമതി വിജയ് കിഷോർ രാഹത്കർ. ഒന്നുകൂടെ നോക്കാം. സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേരാണ് ആദിത്യ L1. സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര് ആദിത്യ L1. ഇന്ത്യയിൽ 0 കാർബൺ ആയ നഗരമാണ് സാഞ്ചി. ഇന്ത്യയിൽ 0 കാർബൺ ആയ നഗരമാണിത് സാഞ്ചി. 2023 രസതന്ത്രത്തിലുള്ള നോബൽ സമ്മാനം താഴെ പറഞ്ഞവയിൽ ഏത് വിഷയത്തിനാണ് കിട്ടിയത്? കോണ്ടൺ ഡോട്ട്സിനാണ് 2023 കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം കിട്ടിയത്. അടുത്ത ചോദ്യം, 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരമാണ് ആര്? ആർ പ്രജ്ഞാനന്ദ. 18ാമത്തെ ചോദ്യം, മൺസൂൺ ക്രോക്സ് ബയോ ബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? കേരള വന ഗവേഷണ കേന്ദ്രമാണ് മൺസൂൺ ക്രോക്സ് ബയോ ബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എക്സാം നടക്കുമ്പോൾ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയായിരുന്നു. ഇപ്പോൾ വിജയഭാരതി സായാനിയാണ്. ഇപ്പോൾ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ട് പ്രവർത്തിക്കുന്നത് വിജയഭാരതി സായാനിയാണ്. 20ാമത്തെ ചോദ്യം, ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർമാൻ രേഖാ ശർമ്മ ആയിരുന്നു. ഇപ്പോൾ വിജയ് കിഷോർ രാഹത്കർ ആണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർമാൻ രേഖാ ശർമ്മ ആയിരുന്നു. ഇപ്പോൾ വിജയ് കിഷോർ രാഹത്കർ ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് 2-3 തവണ റിപ്പീറ്റഡായി കേട്ട് നമ്മൾ മനസ്സിലാക്കി പഠിച്ചു പോകണം. വീണ്ടും ഒരു തവണയും കൂടി കറണ്ട് അഫയർ ലാസ്റ്റ് ടൈമിലേക്ക് പഠിക്കാൻ വേണ്ടി വെച്ചുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നിങ്ങളിതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.